ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പച്ചക്കായ വെച്ചിട്ട് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചക്കായ ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഒരുപാട് തണുത്ത് പോകുന്നതിന് മുമ്പ് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഒത്തിരി തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോവും. അപ്പോൾ വേഗം തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സി ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് അരച്ച് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്കൊരു ചെറിയ സവാളയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കായ വേവിച്ച സമയത്തും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഞാനിതിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവനും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിന് ചെറിയൊരു കോട്ടിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളുപ്പും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഒരു വശം നെരിഞ്ഞു വരുമ്പോൾ 2 വശവും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കായ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. പച്ചക്കായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.